ഞാൻ പണ്ട് ഇവിടെ കണ്ണൂർ വന്നപ്പോ പാരിസ് ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ട് കുറ്റം പറഞ്ഞ് എന്റെ വീട്ടുകാർക്ക് വരെ തെറിവിളി കേട്ടിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിന്റെ കാര്യം വെളുപ്പിനെ 5:45 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കുന്ന എന്റെ ചേട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ചുറ്റും സ്വാമിമാര് ശരണം വിളിയും കാര്യം ഇങ്ങനെ കേട്ടാണ് ഇപ്പൊ ഈ ഒരു നടപ്പ്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ് സുഹൃത്തുക്കളെ. ഇതുവരെ എവിടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോ ആദ്യം കായംകുളത്ത് ചെന്നിട്ട് കായംകുളത്ത് നിന്നാണ് ജനശതാബ്ദി ഉള്ളത്. ഇപ്പൊ നമ്മൾ എവിടെയാ പോകുന്നതിനെ പറ്റി പറയാം. 7:30 ജനശതാബ്ദി ട്രെയിനിൽ നമ്മൾ കോഴിക്കോട് ഫെസ്റ്റ് നടക്കാണ്, അതായത് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. സാധാരണ എന്റെ ചേട്ടനെ ജെർലേട്ടനെ അറിയാലോ, ആ ചേട്ടനാണ് ഈ ഒരു എഴുത്ത് കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അതിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. പക്ഷെ ജെർലേട്ടൻ ഇന്ന് മിക്കവാറും വരില്ല. പകരം നമ്മുടെ റിതിൻ ചേട്ടൻ വരുന്നുണ്ട്. നമ്മുടെ പഴയ കണ്ണൂർ വ്ളോഗിലൊക്കെ വന്നിട്ടുള്ള റിതിൻ ചേട്ടൻ വരുന്നുണ്ട്. അപ്പോ മിക്കവാറും ജെർലേട്ടന്റെ കാര്യം 100% വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഇപ്പൊ നമ്മൾ നേരെ ഒരു 12-12:30 കോഴിക്കോട് വരും. കോഴിക്കോട് ഒന്ന് പാരഗണിന്റെ നല്ല കിടിലം ബിരിയാണിയൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പവേ കണ്ണക്കെട്ടത്. നമ്മളങ്ങനെ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ വേണ്ടി പോവാണ്. നമ്മൾ നമ്മുടെ കഥാനായകന് വേണ്ടി വെയിറ്റിംഗ് ആണ്. റിതിൻ ചേട്ടൻ ആളെ 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. പക്ഷെ മെയിൻ എക്സിറ്റ് 4ാമത്തെ പ്ലാറ്റ്ഫോം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അവിടെയാണ്. ഇപ്പൊ ആള് വരാൻ വേണ്ടി വെയിറ്റിംഗ്. ഞാനിപ്പോ ഒരു ഉമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തു. ആളുടെ ഫോട്ടോ ഇപ്പൊ കാണിക്കാം. നമ്മുടെ വൈറസിലൊക്കെ ഉമ്മയായിട്ട് അഭിനയിച്ച അമ്മയായിരുന്നു. ഭയങ്കര സ്നേഹം സംസാരിക്കുമ്പോൾ തന്നെ. പിന്നെ അമ്മയും ഞാനും ചേട്ടനും കൂടെയാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട്. നമ്മുടെ റിതിൻ ചേട്ടനെ കാണുന്നില്ല. എന്ത് ചെയ്യുന്നു ആള്, ഒരു പിടുത്തമില്ല. അച്ഛനെ വണക്കം, അച്ഛനെ വണക്കം. അങ്ങനെ നമ്മുടെ കോഴിക്കോട് യാത്ര ഇവിടെ വെച്ച് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. റിഞ്ചേട്ടാ പിന്നെ എത്ര നാളായി കണ്ടിട്ട്? എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? ആളുടെ അപ്പിയറൻസ് മാറി. ബനിയന്, തൊപ്പി. ഇനി നമ്മുടെ പരിപാടി എന്താ? നമ്മൾ താരങ്ങളിലേക്ക് പോവാണ് ഇപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കേരളത്തില് മെയിൻ കുറെ ബിരിയാണികൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്ന് പാരിസ് ഹോട്ടലിലെ ബിരിയാണി, ഒന്ന് പാരഗണി. ഇവിടെ സൗണ്ട് ഞാൻ നിലവിളിച്ച് സംസാരിക്കുന്നുണ്ടോ ആണ്. നല്ല തിരക്ക്, വണ്ടിയുടെ ഓണടിയും കാര്യമായതുകൊണ്ടാണ്. അവിടെ ചെന്ന് കുറച്ചുകൂടെ അന്തരീക്ഷം നോക്കിയിട്ട് പതുക്കെ സംസാരിക്കും. നിലവിളിച്ച് എന്റെ തൊണ്ട വരെ പോവാറായി. പോയിട്ട് ഇനി ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. പാരങ്ങളിലെ തിരക്കിനെ പറ്റിയും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനെ പറ്റി ഞാൻ ഇവ ലൈവായിട്ട് ചെയ്തതാണ്. പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പതിവ് പോലെ നമ്മുടെ മൈക്ക് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. വിഷ്വൽ മാത്രം നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും. എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്.
അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ? ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ടോക്കൺ എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റ് കിട്ടിയത്. ഇവിടെയൊന്നും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ബിരിയാണിയുടെ കൂടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്തും പോയപ്പോ കഴിച്ചിട്ടുണ്ട്, ഞാൻ കണ്ണൂർ വന്നപ്പോ ഇതേ ഒരു കോമ്പിനേഷൻ കഴിച്ചു. അന്നേ അഡിക്റ്റ് ആയതാണ് ഈ ഒരു തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർത്തുള്ള ഈ ഒരു ചമ്മന്തി. അതും ബിരിയാണിയുടെ കഴിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കോമ്പിനേഷൻ ആണെന്ന് തന്നെ പറയാം. ഇവിടെ വന്നിട്ട് മാറ്റമൊന്നുമില്ല, എന്റെ പൊന്നെ വേറെ ലെവൽ ടേസ്റ്റ്, പാരകൻ തന്നെ. നമ്മളിപ്പോ എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി, ഒരു നോർമൽ ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ഒരു ദമ്മിന്റെ സ്മെല്ല് തേപ്പിട്ട് അടിക്കുന്നുണ്ട്. സംഭവം വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടി ബോധിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ബാക്കി ഇനി കഴിച്ചു പോയിച്ചിട്ട് ഞാൻ വരാം. ഞാൻ ബിരിയാണി കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ചിക്കൻ ഇത്രയും വെന്ത് സോഫ്റ്റായി ഒരു ചിക്കൻ ബിരിയാണി കിട്ടുന്ന ആദ്യമായിട്ടാണ്. അത്രയും അതും ആ ഒരു മസാലയും ചിക്കനും ആ ഒരു റൈസും ഈ ഒരു സലാഡും ഈ ഒരു അച്ചാറും എല്ലാം കൂടെ കഴിക്കുമ്പോൾ വേറെ ലെവല്. അങ്ങനെ പാറകളില് ബിരിയാണി കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ ഫെസ്റ്റിവൽ നടക്കുന്ന അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? കുഴപ്പമില്ല. ഞാൻ പണ്ട് ഇവിടെ കണ്ണൂർ വന്നപ്പോ പാരിസ് ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ട് കുറ്റം പറഞ്ഞ് എന്റെ വീട്ടുകാർക്ക് വരെ തെറിവിളി കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഒത്തിരി ഓവറായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ആ ഒരു റൈസ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു മട്ടൻ ബിരിയാണി വാങ്ങി, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി വാങ്ങി, പിന്നെ നോർമൽ ചിക്കൻ ബിരിയാണി വാങ്ങി. എനിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിച്ചപ്പോഴും നോർമൽ ചിക്കൻ ബിരിയാണി വലിയ ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല. നേരെ നമ്മള് ഫസ്റ്റ് നടക്കുന്ന അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല തിരക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറക്കം സംസാരിക്കുന്നത്. നേരത്തെ വിചാരിച്ച അവിടെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയ സമാധാനമായിരുന്നു. അവിടെ അതിനെക്കാട്ടി വലിയ തിരക്ക്. അപ്പൊ എന്തായാലും ഇനി അതും പ്രതീക്ഷിക്കുന്നില്ല. എവിടെയാണെങ്കിലും നന്നായിട്ട് സംസാരിക്കും. അത് ഭാഗത്ത് എന്തായാലും ബാക്കി വിശേഷമൊക്കെ റെസ്റ്റിന്റെ അവിടെ പോയിട്ട് വരാം. ഒരു കാര്യത്തെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. മീറ്റർ കാശിൽ നിന്ന് ₹1 എക്സ്ട്രാ വാങ്ങിക്കാത്ത കോഴിക്കോടിലെ ഓട്ടോ ചേട്ടന്മാർക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം. കാര്യം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഡീസൻ്റ് ആയ ഒരു ഓട്ടോക്കാരാണെന്ന്. ഇത് കോഴിക്കോട് വന്ന് ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരുന്നു. ഒരാൾ പോലും മാന്യമല്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ മറികടന്നാണ് നമ്മളിപ്പോൾ KLFന്റെ അവിടെ വന്നിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിന്റെ ആ ഒരു ബീച്ച്, കോഴിക്കോട് കടൽപ്പുറത്ത് പല എക്സിബിഷനും പല ഫെസ്റ്റും കാര്യവും എല്ലാം നടക്കുവാണെങ്കിൽ ഈ ഒരു അനുഭവം വളരെ വേറിട്ടതായിരിക്കും. കാരണം ഈ ഒരു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഒട്ടനവധി പ്രത്യേകതയും കാര്യമാണുള്ളത്. എല്ലാവരും ആർത്ത് വിളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഇവിടെ. പലരും അവരുടേതായ ഓരോ ഇഷ്ടങ്ങളും അവരുടേതായ അഭിപ്രായങ്ങളും പറയാൻ പറ്റിയ, അല്ലെങ്കിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവലിനെ കാണുന്നത് തന്നെ പറയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെതായ എല്ലാ ക്യൂരിയോസിറ്റിയും എൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു എനർജിയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ വലിയ ഈ ഒരു ഫെസ്റ്റ് നടക്കാറുണ്ട്. എല്ലാ തവണയും വലിയ വലിയ ആക്ടേഴ്സ്, സെലിബ്രിറ്റീസ്, എഴുത്തുകാർ, ചിന്തകർ, പിന്നെ ആക്ടിവിസ്റ്റ്, അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് അവരുടേതായ അവരുടെ അനുഭവങ്ങളും അവരുടെ ഡിസ്കഷനും ഓരോ ടോപ്പിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതൊരു ഫെസ്റ്റായിട്ട് ഇവിടെ നടക്കുന്നതാണ്. കൂടാതെ ഈ ഒരു ഡിസ്കഷൻ എല്ലാം ഒരു സെക്ഷനായിട്ടാണ് നടക്കുന്നത്. അതായത് ഓരോ മണിക്കൂർ വെച്ച്, 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞ ടോപ്പിക്സ് ആണെങ്കിൽ തന്നെ ആർട്സ്, സിനിമ, കൾച്ചർ, ഡാൻസ്, മ്യൂസിക്, പിന്നെ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, സയൻസ്, ടെക്നോളജീസ്, എക്സെട്ര അങ്ങനെ ഇങ്ങനെ ഓരോ തവണ നടക്കുന്നത്. കഴിഞ്ഞ വട്ടം എക്സാമ്പിൾ പറയാം, ഇതിനു മുന്നേ ഏകദേശം കഴിഞ്ഞ വട്ടം 500ഓളം ഗസ്റ്റാണ് ഇവിടെ വന്നത്. അതും 250ഓളം സെക്ഷൻ ഇവിടെ അങ്ങനെ നടന്നു. പിന്നെ ഇത് നിസ്സാര ആൾക്കാരൊന്നുമല്ല വരുന്നത്. ഉദ്ഘാടനം ചെയ്ത് തന്നെ കേരള മുഖ്യമന്ത്രി
പിണറായി വിജയനായിരുന്നു. അതുകൂടാതെ തന്നെ ഡയറക്ടേഴ്സ് ബ്ലസ്സി, സന്തോഷ് ജോർജ് കുളങ്ങര, ശശി തരൂർ, പ്രകാശ് രാജ് തുടങ്ങി ഒട്ടനവധി പേരാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഡിസ്കഷനും കാര്യങ്ങളിലും വരുന്നത്. എനിക്ക് തോന്നുന്നു നാളെ പ്രകാശ് രാജ് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരെ കണ്ടിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ശശി തരൂരിൻ്റെ ഡിസ്കഷനും ആ ഒരു സെക്ഷൻ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് പോയിട്ട് വരാം. Has ever been withdrawn for amendments except for an amendment that they themselves wanted to make. Now, even if you're approaching the career in international relations as part of your staying in a country like India, you often get questioned about the internal kind of things what happens in India. Your country is not as much as like your democracy is being declined. Of course, international relations is affected by the kind of internal things that happen. So, how do we address to those kind of questions, so please? okay, on your first one, I think the answer has got to be to have much more connection. ഇവിടെ ഏകദേശം 4 സ്റ്റേജുകളായിട്ടാണ് ഇതിന്റെ സമ്മേളനം നടക്കുന്നത്. ഇപ്പൊ ഞാൻ കയറിയ സ്റ്റേജില് ശശി തരൂർ ആയിരുന്നു. അതിന് മുന്നത്തെ സ്റ്റേജിൽ ഈ പൊളിറ്റിക്കൽ ബേസിൽ ഓരോ സെക്ഷന് ആയിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റേജുകളുണ്ട് ഇവിടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റേജ്, 2 സ്റ്റേജ്, അവിടെ വേറെ എന്തോ നടക്കാണ്. എനിക്ക് തോന്നുന്നെങ്കിൽ ഫുഡ് കോർട്ടിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ പ്രൊമോഷൻ എന്തെങ്കിലുമായിരിക്കും. ഇവിടെ ഒരു സ്റ്റേജ്, ഇവിടെ ഒരു സ്റ്റേജ്, ഇതിന് ഇപ്പുറത്തൊരു സ്റ്റേജ്, അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേജ്. ടോട്ടൽ ഇത്രയും സ്റ്റേജുകളുണ്ട്. ഇനിയും ആ ഒരു സൈഡ് ഇങ്ങനെ കിടക്കാണ്. ഇവിടെ ബീച്ച്, പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആരും ഇല്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരും. ഇവിടെ ഒരു അപ്പച്ചനാണെങ്കിൽ ഓരോ ഉപ്പിലിട്ട മാങ്ങയും മാങ്ങ, പേരയ്ക്ക, നെല്ലിക്ക, ക്യാരറ്റ് അങ്ങനെ കൊണ്ട് നടക്കുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് കഴിക്കാം. ഞാൻ എന്തായാലും പോയിട്ട് ബാക്കി ഈ സെക്ഷൻ കൂടെ കണ്ടിട്ട് വരാം. നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് പോയി ക്യൂ നിന്ന് കഴിച്ച പാരഗണിന്റെ ബിരിയാണി ഈ ഒരു KLFന്റെ ഇത് പരിപാടി നടക്കുന്ന തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. എന്തോ അവസ്ഥയാണ്. ഇവിടെ എല്ലാം വന്ന് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കഴിക്കുന്നത് പ്രോപ്പർ പാരഗണിൽ നിന്ന് കഴിക്കണമെങ്കിൽ അവിടെ തന്നെ കഴിക്കണമായിരുന്നു. എന്തായാലും അത് നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് കഥ എന്ന പേരുള്ള ഒരു സ്റ്റേജിന്റെ അവിടെയാണ്. അതായത് ഒരു സെക്ഷൻ ആയിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എൻ്റെ ചേട്ടൻ ഈ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജിനകത്തുണ്ട്. കാരണം അച്ഛൻ്റെ ബുക്ക് ചേട്ടൻ കുറേ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചേട്ടൻ നല്ല രീതിയിൽ വായിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ ഒരു ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സൈൻ വാങ്ങിക്കാൻ വേണ്ടിയാണ് ആളിവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് കേൾക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ അകത്തിരിപ്പുണ്ട്. ഞാൻ ആ സമയത്ത് ശശി തരൂർ സാറിൻ്റെ സെക്ഷൻ കേൾക്കാൻ വേണ്ടി അപ്പുറത്ത് പോയി. ഇപ്പം എന്തായാലും ചേട്ടന് സൈൻ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളായിട്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പരമാവധി അതിന് ബലപ്പെടുത്താൻ പറ്റുന്നൊക്കെ പറയുന്നൊരു ആശയം ഈ ഖുറാനിൽ നിന്ന് ഒരു മനുഷ്യൻ എത്ര നല്ല പടമാണ്. ചെറുപ്പത്തിലൊക്കെ അതിങ്ങനെ കോട്ടായിട്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഫാദറിന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരെയും പതുക്കെ എണീറ്റ് തുടങ്ങി. അതിന്റെ കൂടെ തന്നെ ഫാദറിന്റെ ബുക്ക് വായിക്കുന്ന എല്ലാവരും പുസ്തകത്തിൽ സൈൻ വാങ്ങിക്കാൻ വേണ്ടി ഫാദറിന്റെ പുറകെ ഓട്ടമാണ്. പക്ഷേ ഈ ഒരു പരിപാടിയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നവർ ഇതിനു വേണ്ടി സൈൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഫ്രണ്ടിൽ, നമ്മളിപ്പോൾ വന്ന വഴി ഫ്രണ്ടിൽ അതിനു വേണ്ടി ഒരു സെക്ഷൻ കൂടാതെ നടത്തുന്നുണ്ട്. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എൻ്റെ ചേട്ടനുൾപ്പെടെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഇതിപ്പോൾ എപ്പോൾ സൈൻ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ചേട്ടൻ പോയി സൈൻ വാങ്ങിക്കട്ടെ, നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ ചേട്ടന് എന്തായാലും സൈൻ കിട്ടും. സൈൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആ ഫോട്ടോ എല്ലാം കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ KLF നടക്കുന്ന അവിടുത്തെ ഫുഡ് കോർട്ടിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ ചിക്കൻ്റെ തന്നെ കുറേ വെറൈറ്റി. നമ്മൾ തിരുവനന്തപുരം ഫെസ്റ്റിനൊക്കെ പോയപ്പോൾ അവിടെയും കണ്ട അതേ ഐറ്റംസും കാര്യമാണ്. പക്ഷേ ഇവിടെ വേറെ ഈ സ്നാക്സ് കിട്ടുന്നവിടെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് അവിടെ മാത്രം കാണാൻ സാധിക്കുന്ന കുറേ സ്നാക്സ് ഐറ്റംസ് കുറേ അധികം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ
ആ ഒരു സെക്ഷൻ ഇപ്പോൾ തുടങ്ങും. അതിനു വേണ്ടിയാണ് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ റെജിൻ ചേട്ടനാണെങ്കിൽ വേറെ ലെവൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് നടത്തുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷേട്ടൻ ഇന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. എന്ന വൈരുദ്ധ്യത്തെ ഉള്ളിൽ പേരുന്ന ഒരാൾ ചൂണ്ടയിട്ട് പൊക്കിക്കൊണ്ട് പോകുന്നതോ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതോ അവിടെയൊക്കെ തൊഴിൽ ലഭിക്കുന്നതോ എന്നാൽ അസമൃദ്ധിയുടെ ഒരു പ്രധാന കാരണം ഇത്ര മിടുക്കരായ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഈ മനുഷ്യരെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. നാളെ അവരെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അവരില്ലാത്തൊരു കേരളത്തിലായിരിക്കുമല്ലോ ഇവിടെ അവശേഷിക്കുന്നവർ ജീവിക്കേണ്ടി വരുന്നത് എന്നത് അവർക്ക്, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന, പ്രലോഭനം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് പലതും ഇല്ലാതെ പോകുമല്ലോ എന്നുള്ളത് നമ്മളെ നിരാശയുണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഈ രണ്ട് ഭാഗങ്ങൾ. എങ്ങനെയാണ് ഈ നിരാശയെ മറികടക്കാനാവുക എന്നതായിരിക്കും ഒരുപക്ഷെ 2050 കേരളത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ നമ്മളുടെ നോട്ടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കാണുന്ന കേരളത്തെയോ ഭാവി കേരളത്തെയോ ഇങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് ഞങ്ങളോട് പറയാൻ വേണ്ടി കൂടെയാവണം താങ്കൾ ഇത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടാകുന്നത്. നാളത്തെ കേരളം നിർമ്മിക്കാൻ വേണ്ടി നടത്തിയ യാത്രകളാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ മറികടക്കാനാവും ഈ 50% നിരാശ? ഈ നിരാശയെ മറികടക്കാൻ നമുക്ക് സാധ്യമാണ്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, കുറേ മനസ്സുകളുണ്ട്, മനോഭാവങ്ങളുണ്ട്. അതാരൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മളെ പലർക്കും അറിയാം അതാരൊക്കെയാണ്. മലയാളികൾ അവിടുത്തെ പ്രകൃതി ഇതെല്ലാം ആസ്വദിച്ച് തിരിച്ചു വരുമ്പോഴേക്കും പോയ ആളിൽ നിന്ന്, ഞാൻ പറഞ്ഞ മലയാളികളുടെ അടുത്തുനിന്ന് വേണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, അവിടെ എത്തിയ ഓരോ ടൂറിസ്റ്റിൽ നിന്നും മിനിമം ഒരു 5000 10,000 രൂപയോ ഒരു ദിവസം അവിടെ വീഴണം. അങ്ങനെ വീഴുമ്പോൾ സംഭവിക്കുന്നത് ടൂറിസം ഒരു വ്യവസായമായി മാറും. അതിനെ അനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ കിട്ടും. അവിടെ എത്തിയാൽ അവിടെ കൊണ്ട് തീരില്ല, തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങും, കൊളുമ്പ് തുള്ളുന്നവരുടെ വീടുകളിലേക്ക് ചെല്ലും. ഒരു ലയത്തിൽ എങ്ങനെയാണ് തൊഴിലാളി ജീവിക്കുന്നതെന്ന് കാണാൻ വരെ ടൂറിസ്റ്റുകൾ എത്തും. അവർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് മാറും. നമ്മുടെ ഓരോ ഗ്രാമത്തിലേക്കും വന്നാൽ ഗ്രാമീണ ജീവിതം, മത്സ്യബന്ധന തൊഴിലാളിയുടെ ജീവിതം, അവന്റെ ഒപ്പമുള്ള മത്സ്യബന്ധന യാത്രകൾ, ഒരു കള്ള് ചെത്തുന്ന ഒരാളുടെ ഒപ്പം എങ്ങനെയാണ് തെങ്ങിൽ നിന്ന് കള്ളെന്ന് പറയുന്ന ഒരു ലഹരിപാനീയം രൂപപ്പെടുന്നതെന്ന് അറിയുന്ന എത്ര സായിപ്പുണ്ട്. നമ്മളുടെ ഒരു കപ്പയിൽ നിന്ന് അല്ലെങ്കിൽ മരച്ചീനിയിൽ നിന്ന് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും നമ്മുടെ ദാരിദ്ര്യകാലത്ത് പന വെട്ടി പനയുടെ പൊടി ഉണ്ടാക്കി പനം കഞ്ഞി ഉണ്ടാക്കി അതൊരു വിഭവമായി പുഡിങ് പോലെ കഴിച്ചിരുന്ന ഒരു കാലമുണ്ട്. പനയുടെ ഒരു തടിയോടത്ത് വെച്ചിട്ട് സാഹിബിനോട് പറയുകയാണ്, മോനെ നിനക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു വരും. നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റായി രൂപാന്തരപ്പെടുന്ന കാഴ്ച. അതിനൊരു $100 മേടിക്കണം. ഇതാണ് ടൂറിസം. ഇത്തരത്തിൽ ഓരോ ടൂറിസം സ്ഥലത്തെയും അവിടുത്തെ ശക്തി എന്താ, അവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റി വേണമെന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി, അതൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന പോലെ തിരക്കഥ എഴുതി ഉണ്ടാക്കി, അതിന് പറ്റിയ ആളുകളെയും സംവിധാനങ്ങളെ രൂപപ്പെടുത്തി അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി ഉണ്ടാകണം. ഇങ്ങനെ 25 ഹബ്ബുകളും അതിനനുബന്ധമായ ഗ്രാമങ്ങളോട് ചേരുമ്പോൾ കേരളത്തിൽ ടൂറിസത്തിന്റെ വരുമാനം എത്താത്ത ഒരു ഗ്രാമവും ഇല്ലാതായിരിക്കും. അങ്ങനെ ആയുർവേദം മുതൽ കളരി മുതൽ തൊഴിൽ മുതൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ വരെയുള്ളത് നമ്മുടെ ചരിത്രവും പാരമ്പര്യവും വരെ ടൂറിസത്തിന്റെ ഉൽപ്പന്നങ്ങളായി മാറുമ്പോൾ ടൂറിസത്തിലൂടെ കേരളത്തിന്റെ ഒരു 1/3 വരുമാനമെങ്കിലും ഉണ്ടാകുന്ന ഒരു നാടായിട്ട് മാറും. ടൂറിസം എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ട തൊഴിലാണ് അല്ലേ? നിങ്ങളൊരു ടൂർ ഗൈഡ് ആണെങ്കിൽ രസമല്ലേ? യൂറോപ്പിലേക്ക് ടൂർ പോകുന്ന ഒരു ടീമിന്റെ ടൂർ ഗൈഡായിട്ട് നിങ്ങൾ ജോലി കിട്ടിയ അതിന്റെ സന്തോഷം എന്താ? ടൂറിസം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും എൻജോയബിളാ, അതിൽ പങ്കെടുക്കുന്നവരോ നടത്തുന്നവർക്കും. അപ്പൊ നമുക്ക് ബോറടിക്കാത്ത ഒരു തൊഴിൽ മേഖല കൂടിയാണ് ടൂറിസം. അപ്പൊ ഇത്തരത്തില് നിരവധി സാധ്യതകൾ എല്ലാ മേഖലയിലും ഇത്തരത്തിലുണ്ട്. ഇത്തരം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആളുകളെ പരിശീലിപ്പിച്ച് അതിനൊരു ഡിസൈൻ ഉണ്ടാക്കി എങ്ങനെ നടക്കണം വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പോട്ട് പോയാൽ ഞാൻ പറയും കേരളത്തിന് 50 വർഷമല്ല കാത്തിരിക്കാൻ, 50 വർഷം കാത്തിരിക്കേണ്ടതില്ല, ഒരു 15 വർഷത്തിന് ശേഷം ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായി തുടങ്ങും. അത് നമ്മൾ തിരിച്ചറിയണം, അതിനുള്ള തുടക്കം കുറിക്കണം. നാം കുറച്ചുകൂടെ കേരളത്തിന്റെ ഒരു പരിസ്ഥിതിയെ വിട്ട് നാം ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ നാം കുറച്ചുകൂടെ പിന്നോട്ടേക്ക് പോവുകയാണ് എന്ന
ഒരു ആക്ഷേപം, ഒരാരോപണവും സത്യത്തിൽ പാരലായി ഉന്നയിക്കപ്പെടുന്നു. നാം കുറച്ചുകൂടെ പഴയ മനുഷ്യരിലേക്ക്, നാം കുറച്ചുകൂടെ നമ്മളുടെ പുരാണങ്ങളിലേക്ക്, നാം നമ്മളുടെ പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറച്ചുകൂടെ പഴയതിനെ പുതിയ ബുദ്ധിയിൽ അല്ലെങ്കിൽ പുതിയ കാലത്തിൽ കൊണ്ടുപോയി വെക്കാൻ നാം ഒരിക്കലും ഇങ്ങനെയായിരുന്നു. ആ സംസ്കാരം നമുക്ക് വീണ്ടും നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ദേശത്തിനകത്ത് നിൽക്കുന്ന ഒരു കേരളം ഈ ദേശം പിന്നോട്ടേക്ക് നടക്കുമ്പോൾ ഈ ദേശത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇല്ല, നമ്മുടെ കേരളത്തില് അതൊന്നും ചെലവാകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മൾ, അല്ലേ? പുരാണത്തെ പുരാണമായിട്ടും വർത്തമാനകാലത്തെ വർത്തമാനകാലമായിട്ടും ഇന്റർനെറ്റിനെ ഇന്റർനെറ്റായും താളിയോലയായിട്ട് കാണാനുള്ള ബോധമുള്ളവരാണ് നമ്മൾ. ഇന്ന് ഇന്റർനെറ്റ് മാറ്റിയിട്ട് നാളെ ഒരു താളിയോല എഴുതി തുടങ്ങുന്നത് പറഞ്ഞാൽ നമ്മൾ അത് തയ്യാറാവുമോ? പിന്നെ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുള്ളാനുള്ള മരപ്പൊട്ടന്മാർ ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട്. മതത്തെ രാഷ്ട്രീയമാക്കുന്നതും രാഷ്ട്രീയത്തെ മതമാക്കുന്നതുമാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നങ്ങളൊന്ന്, അല്ലാതെ പാരമ്പര്യത്തോടുള്ള സ്നേഹമൊന്നുമല്ല. അപ്പോൾ നമുക്ക് പാരമ്പര്യത്തോട് സ്നേഹം വേണം തന്നെ എന്റെ അഭിപ്രായം. നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളൊക്കെ മുഖം പിടിക്കുന്നതാണ് നമ്മളെ ഇന്ത്യക്കാരാക്കുന്നത്, നമ്മളെ കേരളീയരാക്കുന്നത്. അത് വിട്ടിട്ട് ഒരു കളി നമ്മൾ കളിക്കുന്നില്ല. ലോകത്ത് എവിടെ പോയാലും ഞാൻ അഭിമാനത്തോടെ ഞെളിഞ്ഞു നിന്ന് ആ മുമ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് നീട്ടുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ടാണ്. ഞാൻ ധൈര്യമായിട്ട് തിരിച്ചുകൊണ്ട് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മടങ്ങുന്നത് എന്റെ കേരളത്തിലേക്കാണെന്ന് ധൈര്യത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 143 രാജ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. നാം കുറെ കൂടെ ബുദ്ധി കൂടിയ മനുഷ്യരാണ് എന്നും അത്ര എളുപ്പമൊന്നും നാം തോറ്റുപോവില്ല എന്നും പറഞ്ഞാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ ഒരു ഘട്ടം നിർത്തുന്നത്. അത് നിങ്ങളൊക്കെ കുറെ കൂടെ ബുദ്ധി കൂടിയ മനുഷ്യരാണ് എന്ന അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനം കൂടിയായിരിക്കും. അതുകൊണ്ട് വളരെ ചുരുക്കി ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ആ ബുദ്ധിയെ നിങ്ങളുടെ ചോദ്യങ്ങൾ ക്രിസ്പായി കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് എഴുതുകയാണ്. നമുക്ക് 15 മിനിറ്റാണ് സമയം ബാക്കിയുള്ളത്. തുടങ്ങാം. നമ്മളിപ്പോ ഈ അടുത്ത് ഈ മാലദ്വീപ് ലക്ഷദ്വീപ് സംഭവമുണ്ട്. അപ്പൊ അതിന് പ്രധാനമായിട്ട് വന്ന 2 കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് അവിടെ വലിയൊരു സാധ്യതയുണ്ട്, നമുക്കതിനെ അങ്ങനെ വളർത്താമെന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതേസമയം ഇത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു പരിസ്ഥിതിനെ എഫക്ട് ചെയ്യും, അവിടുത്തെ ആൾക്കാരെ എഫക്ട് ചെയ്യും. അത് കൊണ്ടുവരുന്നത് മറ്റൊരു മറുവശമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കാണുന്നത്? അപ്പോൾ ടൂറിസം അവിടെ വരണോ അതോ അതിനുവേണ്ടി ഇവർക്ക് വേണ്ടി നിർത്തണോ? ആ ഒരു ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ വേദികളിലും കാണുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഈ പണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതാണ് നമ്മുടെ പല പ്രോജക്റ്റുകളുടെയും ഒരു സ്വഭാവം. ഒന്നെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം കൊണ്ടുവരിക, അല്ലെങ്കിൽ ടൂറിസമേ വേണമെന്ന് വെക്കുക. ഇത് രണ്ടുമല്ലാതെ ഇന്ന് ലോകത്ത് ഒത്തിരി ടെക്നോളജികൾ ലഭ്യമാണ്. നിരവധി സാധ്യതകളുണ്ട്. നമുക്ക് പഠിക്കാൻ കഴിയും ഈ ലക്ഷദ്വീപിന്റെ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ഏത് അളവ് വരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അത് ശാസ്ത്രജ്ഞന്മാര്, പ്രകൃതി ശാസ്ത്രത്തിൽ ബോധമുള്ളവര്, ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകൾക്ക് പഠിച്ച് റിപ്പോർട്ട് തരാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ പ്രകൃതിയെ നശിപ്പിക്കാത്ത ഏത് അളവ് വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ മനുഷ്യർ ജീവിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ ആ ദ്വീപിൽ ജീവിക്കുന്നുണ്ട്. അവിടെ ഒരു 100-200 ആളുകൾ കൂടി വരുമ്പോ ഇവര് ജീവിക്കുന്നത് പോലെയാണ് അവരും ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടാണ് ഇനി പുതുതായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ ജീവിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് പ്രകൃതിയെ പരിക്കേൽപ്പിക്കാൻ ജീവിപ്പിച്ചുകൂടെ? 1000 പേര് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് 10 പേരുടെ കൂടുതലായിട്ട് വരുന്നു. ആ 10 പേര് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാലിന്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. അത് നിലവിലുള്ള ആളുകളുടെ മാലിന്യ പ്രശ്നവും ഈ പുതിയ ആളുകളുടെ മാലിന്യ പ്രശ്നവും കൂടെ പരിഹരിച്ചുകൊണ്ട് നിലവിലുള്ള മാലിന്യം കൂടി ഇല്ലാത്ത മട്ടിലേക്ക് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടൂറിസം കൊണ്ട് അവിടെ ഗുണപരമായ മാറ്റാൻ കഴിയില്ലേ? ഇന്നത്തെ സമൂഹത്തിൽ ലോകത്ത് മനുഷ്യർ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച്, അതിന് തടസ്സങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഒരിടത്ത് സ്റ്റാൻസിലാവുക എന്നതല്ല, പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം എന്നും ആ പരിഹാരം കണ്ടുപിടിക്കുന്നതിലൂടെ കാലത്തിനപ്പുറത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. തീർച്ചയായും ലക്ഷദ്വീപിലെ ജനങ്ങളെ എനിക്കറിയാം. ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ബഹുമാനപ്പെട്ട PM സയ്യിദ് അവിടുത്തെ MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഞാൻ അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യര് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയി കിടക്കുന്നത് പോലെയാണ്. അതായത് ഒരു ദ്വീപിൽ പെട്ടുപോകുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവിടെ ഒരു ചികിത്സയ്ക്ക് പോകണമെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഹെലികോപ്റ്റർ ഒന്നും വേണം കൊണ്ടുപോകാൻ. നമുക്കിവിടെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കുകയാണ്.
അപ്പോ അവിടെയുള്ള ആളുകൾക്ക്, അവിടുത്തെ സ്ത്രീകൾക്കും അവിടെ പഠിക്കുന്ന ആളുകൾക്കും വൃദ്ധർക്കും ഒക്കെ സജീവമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ അവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് ടൂറിസം മാത്രമല്ല, പലതുമുണ്ട്. പക്ഷെ ടൂറിസം സാംസ്കാരികമായി ഔന്നത്യം നൽകുന്ന ഒരു ടൂറിസത്തിന് അവിടെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാനുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഹലോ സാർ, നമ്മുടെ കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് യുവാക്കളാണ്. ആ യുവാക്കൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു വിഭാഗമാണ്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്, അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാർ. ഞാനെന്നുള്ള യാത്രയെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടുന്നില്ല. ഒരു കാര്യം മോൻ അവിടെ ഇരുന്ന് സംസാരിക്കേണ്ടതാണ്, ഈ സ്റ്റേജിൽ ഇരുന്ന് പറയേണ്ടതാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞ ഇത്രയും നേരം. ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം. ഇയാളൊക്കെ നാടിട്ട് പോയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. കാരണന്മാർക്ക് മനസ്സിലായി കാണും ഈ പറഞ്ഞതിന്റെ അർത്ഥം. വലിയ താമസിയാതെ ഇതാണ് മാറ്റം വന്നത് കാര്യം പറയുന്ന കാര്യം. നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല നമ്മുടെ മക്കൾ അവരുടെ ബാല്യകാലത്ത് പ്രതീക്ഷിക്കുന്നത്, അവരുടെ യൗവനകാലത്ത് പ്രതീക്ഷിക്കുന്നത്. ലോകം മാറുകയാണ്. നമ്മൾ കണ്ട താടിയോല ചുള്ളുകളിലല്ല ഇവർ ലോകത്തെ കാണുന്നത്. കല്ലുപെൻസിൽ സ്ലേറ്റ് വെച്ചുള്ളതിലല്ല, ടാബ്ലറ്റുകളിലാണ് ഇവർ ലോകത്തെ കാണുന്നത്. ലോകത്തിന്റെ മാറ്റങ്ങളും ലോകത്തിന്റെ ആവശ്യങ്ങളും എന്താണെന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അത്ഭുതങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ അവരെ ഈ കേരളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റൂ. അവരെ ഞെട്ടിച്ചെങ്കിലേ, അവരെ എക്സൈറ്റ് ചെയ്തെങ്കിലേ, അവരെ അമ്യൂസ് ചെയ്തെങ്കിലേ കേരളത്തിൽ അവരെ പിടിച്ചെടുക്കാൻ കഴിയൂ. അതിന് നമ്മൾ വയസ്സന്മാര് മാറിയേ പറ്റൂ. ഈ കാരണവന്മാരെയും അതുപോലെ നാട്ടുകാരെയും കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവര് പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്, അതായത് ഇപ്പോ ഷാജഹാൻ ആയിരുന്നാലും ഈജിപ്തിലെ ഫറോ ആയിരുന്നാലും ഏകാധിപത്യപരമായിട്ട് അവര് രാജാക്കന്മാരായിരുന്നല്ലോ. അവരൊന്നും ഉദ്ദേശിച്ചാൽ താജ്മഹൽ ഉണ്ടാക്കുന്നത് അവർക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ്. അപ്പൊ നമ്മളൊരു ഷാജഹാനെ പോലെ ഒരു താജ്മഹലോ അല്ലെങ്കിൽ ഒരു പിരമിഡോ ഒരു മിനാറോ ഉണ്ടാക്കാൻ പോയാൽ അപ്പൊ പ്രതിപക്ഷം അവിടെ അടങ്ങും, വേറെ പ്രഷർ ഇപ്പുറത്ത്. അങ്ങനെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ ഈ പറഞ്ഞല്ലോ വലിയ വലിയ അതെ അതെ നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ പൊളിറ്റിക്കായിട്ട് പറഞ്ഞുതരും. ഞാൻ കേരളത്തിന്റെ നിർമ്മിതികൾ ഇപ്പോ കാലത്ത് അത്യാവശ്യം നടക്കുന്നുണ്ട് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോടിനെ നോക്കുകയാണെങ്കിൽ മിഠായിത്തെരു വളരെ നല്ല രൂപത്തിൽ തന്നെ വൃത്തിയാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ മുകളിൽ ലൈറ്റ് ഒന്നും കത്തുന്നില്ല. അപ്പോൾ ആ സമയത്ത് വ്യാപാരികൾ അവരോട് അനുകൂലമായിട്ട് നിന്നിട്ടില്ല എന്നൊരു പ്രതികാരമാവാൻ ചിലപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ബീച്ച്, ഇവിടെ ഫ്രീഡം സ്ക്വയർ നല്ല അടിപൊളിയാക്കി അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ കാണാം ഈ സൈഡിലൂടെ ഒരു വേസ്റ്റ് വെള്ളം ഒഴുകുന്നുണ്ട്, അപ്പൊ സ്മെല്ലടിക്കാം. അപ്പോ അത് ചെയ്യാത്ത ചിലപ്പം ചോദിക്കാൻ പറയും വ്യാപാരികളോട് അതിന്റെ മാലിന്യം ഒഴുക്കി കളയുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു അവബോധ കുറവാണോ, അല്ലെങ്കിൽ ഇവര് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒരു കാര്യം ചെയ്തു, ലൈറ്റ് കത്തൂല, പിന്നെ ആ ലൈറ്റിന്റെ കാര്യം നോക്കൂല, മെയിൻ്റനൻസ് ഇല്ല. അത് ജനങ്ങൾ കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിന്റെ ഗവൺമെന്റിന്റെ തന്നെ പ്രശ്നം ആയിരിക്കുമോ? ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ്. കാരണം നമുക്ക് കേരളത്തിലെ പലരും എൻ്റെ അടുത്ത് പറയും, കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഒരു ടോയ്ലറ്റ് ഇല്ല വഴിയെ പോകുമ്പോൾ. ശരിയാണ്, പലർക്കും ടോയ്ലറ്റുകളില്ല. പക്ഷെ നമുക്ക് ടോയ്ലറ്റ് പണിയാത്തതല്ലോ. കാരണം പണിയുന്ന അന്ന് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ടോയ്ലറ്റ് ആയിരിക്കും. പിറ്റേ ദിവസം രാവിലെ അതിനകത്തോട്ട് കയറാൻ നമുക്ക് പറ്റില്ല, അല്ലേ? അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ആ പരിസരത്തോടെ പോകാൻ പറ്റാത്ത സ്ഥിതിയാവുന്നു. നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംസ്കാരമില്ല. എല്ലാ സാധനവും എല്ലാ നിമിഷവും മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടും നവീകരിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രം, ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ മുറികൾ വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ലോഡ്ജിലെ മുറി വൃത്തിയാകുന്നില്ലെങ്കിൽ എന്റെ കാരണം പണിത സമയത്ത് രണ്ടിനും ഒരേ തിളക്കമായിരിക്കാം.
5 സ്റ്റാർ ഹോട്ടലിലെ ടോയ്ലറ്റിൽ ഒരാൾ ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങിയാൽ അപ്പോഴേ ഒരാൾ പോയി അത് ക്ലീൻ ചെയ്ത് കുറച്ചിട്ട് ഇറങ്ങും. അടുത്ത ആൾ കയറിയ ഉടനെ ഒരാൾ കയറിയാൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ നിയമം. അത് പാലിക്കുന്നു. അതാണ് ആ ക്വാളിറ്റിയുടെ വ്യത്യാസം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, സർക്കാർ സംവിധാനങ്ങളൊക്കെ ക്ലീനിങ്ങിന് നിയോഗിക്കുന്ന സ്റ്റാഫും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ രാവിലെ വരുന്നു, അദ്ദേഹത്തിന്റെ ചിട്ടപ്രകാരമുള്ള ഒരു ക്ലീനിങ് നടത്തുന്നു. 50 പേര് കയറിയാലും 100 പേര് കയറിയാലും പിറ്റേ ദിവസം രാവിലെ അടുത്ത ക്ലീനിങ് എങ്കിൽ ഇതേ പ്രശ്നം അവശേഷിക്കും. ടൈൽ പൊട്ടിയാൽ അത് മാറാൻ 100,000 കണക്കുകൾ നടന്ന 100,000 ഫയലുകളിലൂടെ ഒരു തീരുമാനം എടുത്ത് വരുമ്പോഴത്തേക്ക് ബാക്കി ടൈലുകളെല്ലാം പൊട്ടിത്തീർന്നിട്ടുണ്ടാവും. അപ്പോ ഈ സിസ്റ്റം മാറുന്നുണ്ട്. സിസ്റ്റം പൂർണ്ണമായിട്ടും പരിഷ്കരിക്കപ്പെടണം, യാതൊരു സംശയവുമില്ല. പിന്നെ ഈ വൃത്തിയാക്കികള് അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നാൽ, ഞാൻ ഇപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാളുകളിൽ കോഴിക്കോട്ടെ ഞാൻ പോയിട്ടില്ല. പക്ഷേ കൊച്ചിയിലെ ലുലു മാളിനകത്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ഒക്കെ മാളുകളുടെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കോഴിക്കോട്ടെ ഒരു ചന്തയിൽ ഒരു മീൻ വാങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു രീതിയിലാണോ നിങ്ങളുടെ ലുലു മാളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈലൈറ്റ് മാളില് മീൻ വാങ്ങാൻ പോകുമ്പോൾ ബിഹേവ് ചെയ്ത് ധരിക്കുന്ന വസ്ത്രം, അവിടുത്തെ കൊണ്ടുപോകുന്ന പാത്രം, അവിടുത്തെ രീതികൾ? അപ്പൊ ആംബിയൻസ് മാറുമ്പോ നമ്മുടെ സ്വഭാവം മാറുന്നില്ലേ? ഒരു സ്ഥലം മാറുമ്പോ നമ്മളുടെ ബിഹേവിയർ മാറുന്നില്ലേ? നമ്മുടെ സംസാര രീതി മാറുന്നില്ലേ? ചന്തയിൽ വെച്ച് പറയുന്ന അത്ര ശബ്ദത്തിൽ പോലും വെച്ച് നമ്മൾ ലുലുമാൾ വെച്ച് വർത്താനം പറയാറില്ല. അപ്പോ ആംബിയൻസ് മാറിയാൽ മനുഷ്യനും മാറും ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോക നിലവാരമുള്ള ഒരു കേരളം സൃഷ്ടിച്ചാൽ ലോക നിലവാരത്തിൽ മലയാളി നിർമ്മാണം ചെയ്യും. സാർ ഇപ്പൊ പറഞ്ഞതിന് ഇവിടെ നല്ല കൈയ്യടി കിട്ടി. ഭരണതന്ത്രത്തിൽ ഈ ആശയങ്ങൾ, ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്, പ്രശ്നവും ക്ലിയർ ആക്കി അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ക്ലിയർ പിക്ചർ സാർ തന്നു. മാസ്റ്റർ പ്ലാൻ, ആക്ഷൻ പ്ലാനിന്റെ ആവശ്യകതയാണെന്നുള്ളത്. അത് ഭരണയന്ത്രത്തിൽ ഇവിടെ ഇരിക്കുന്നവർ നമ്മളത് ചെയ്യാനുള്ള കാര്യത്തിൽ വളരെ പരിമിതമായിരിക്കും. ഭരണത്തിൽ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള സാർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. സാർ അത് ഇതിലും നന്നായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടാവുന്ന പരിപൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ, അതായത് പ്രോബ്ലവും സൊല്യൂഷനും കൊടുത്തിട്ട് അത് നടപ്പിലാക്കുന്നതിൽ ഇപ്പൊ എല്ലാത്തിലും പൈസ ഇല്ല എന്നുള്ളതല്ല ഒരു വിഷയം. കാരണം റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊളിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം, അത് പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് കേരളത്തിന്റെ അസറ്റായി സാറെ പോലെ ഒരാൾ കൊടുത്തിട്ട് അത് നടപ്പിലാവുന്നതിൽ എവിടെയാണ് പാളിച്ചകൾ വന്നതെന്ന് കുറച്ചുകൂടെ ആധികാരികമായി ഒന്ന് പറയാമോ? ഇങ്ങനെ ഒരു ബൈക്കിൽ ഇത്ര ആളെ കേട്ടിട്ട് ഇത്രയും പൊട്ടിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ കാരണം അതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇനി അത് അറിയാൻ വേണ്ടിയാ മാറേണ്ടതെന്നും എങ്ങനെയാ മാറേണ്ടതെന്നും, പക്ഷെ അതിലൂടെ അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, ഒരാൾ കൂടെ സമയമുണ്ട്. ഞാൻ ടി വി സന്ദർശകർക്ക് കാത്തിരിക്കെ വിളിച്ചിട്ടായിരുന്നു. കാരണം ഞാനൊരു ഗ്രാമീണ ടൂറിസം, അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഹോം സ്റ്റേ നടന്നു. തേപ്പുറത്ത് കിട്ടിയിരിക്കുന്ന ഒരു ഹോം സ്റ്റേൻ്റെ ദിവസമാണ്. ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഒരുപാട് സൗന്ദര്യം, വളരെയധികം പ്രതിസന്ധിയുടെ സ്ഥലങ്ങൾ എൻ്റെ മലേഷ്യയിലും ദുബായിലും വെച്ച് അവിടെ അത്യാവശ്യം പലതും ചെയ്യാൻ പറ്റാണ്. പക്ഷെ അവിടുത്തെ ആ ഗ്രാമം എടുത്ത് 2-3 വിദേശ ടൂറിസ്റ്റുകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് അവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഗ്രാമീണ ടൂറിസമാണ്, വിദേശ ടൂറിസം. അവർക്ക് ഈ നഗരങ്ങളൊക്കെ നടത്തി 5 സ്റ്റാർ ലിവിംഗ് പഠിച്ച് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും വലിയൊരു ഏരിയയിലെ ആ സൗന്ദര്യത്തിന് അവിടെ വന്ന് എന്തെങ്കിലും ഒരു പഞ്ചായത്ത് തദ്ദേശ ഭരണങ്ങൾക്ക് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ പോട്ടെ, സ്വന്തമായിട്ട് ഓരോ വ്യക്തികളും ശരിയാകുമ്പോൾ അവരുടെ തയ്യാറാക്കുമ്പോൾ അതിനും നമുക്ക് തടസ്സങ്ങളിലാണ് നടന്നത്. അത് എന്താണ് സൊല്യൂഷൻ? ഇത് ഭരണ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉദ്യോഗസ്ഥര്, നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു കമ്പനി, അതും ഒരു സ്റ്റേറ്റിന്റെ പുറമെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവിടെ ടാർഗറ്റുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, ഇപ്പൊ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തില് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ടാർഗറ്റ് കൊടുക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര ഹോം സ്റ്റേകൾ ഇത്ര നാളിനകം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ പുറകെ വന്ന് ഹോം സ്റ്റേ തുടങ്ങിക്കേണ്ടി വരും അവര്, ഇല്ലേ? അപ്പൊ ഹോം സ്റ്റേക്ക് ലൈസൻസ് നടക്കുന്നവന് തരാതിരിക്കുക എന്നുള്ളതല്ല, അവര് 10 പേരെ കണ്ടുപിടിക്കാൻ പുറകെ നടക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ പിള്ളേരുടെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ
പിള്ളേരെ പിടിക്കാൻ ജോലി പോകാതിരിക്കാൻ വേണ്ടി വീട് തോറും കയറുന്ന അധ്യാപകർ ഉണ്ടായെന്ന് പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കണമെങ്കിൽ അവർക്ക് ടാർഗറ്റ് കൊടുക്കണം. നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്തരം ടൂറിസം സ്ഥാപനങ്ങൾ വന്നിരിക്കണം, ഇത്ര വ്യവസായങ്ങൾ വന്നിരിക്കണം, അത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണമെന്ന് ടാർഗറ്റ് കൊടുത്താൽ അവർ പണിയെടുക്കേണ്ടി വരും. ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം. നമ്മുടെ കൃഷി ഓഫീസർമാരുണ്ടല്ലോ എല്ലാ പഞ്ചായത്തിലും, അവർക്ക് അവിടെ ഇത്ര കിലോ പച്ചക്കറി ഓരോ വർഷവും ഉത്പാദിപ്പിക്കുന്ന ടാർഗറ്റ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്ത് ഇൻസെന്റീവ്സ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്തായിരിക്കണം സാലറി. ഈ മട്ടിൽ പുനഃക്രമീകരിക്കണം നമ്മുടെ ഭരണ സംവിധാനത്തെ. വഴികളില്ലാത്തതല്ല, ലോകത്തോട്ട് നോക്കി എല്ലാത്തിനും വഴികളുണ്ട്. മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്? നമ്മുടെ സംവിധാനങ്ങളെ പൊളിച്ചെഴുതാൻ നല്ല നട്ടലോടുകൂടി കരതോടോടുകൂടി ഭരണ സംവിധാനം ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, അങ്ങനെ വികസനവുമായി അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിയാൽ പോകേണ്ടുന്ന 1000 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയോട് സംസാരിക്കാനുണ്ടാവും എന്ന് എനിക്കറിയാം. അത് 1 മണിക്കൂറിൽ തീരില്ല എന്നതിൻ്റെ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇത്തരം ചർച്ചകൾ, ഇത്തരം സംവാദങ്ങൾ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു കേരളത്തെ 2050 നിർമ്മിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് കുറെ കൂടെ അധിക ദൂരം യാത്ര ചെയ്യാതെ KLFന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ വെച്ച് തീരുകയാണ്. പക്ഷെ കോഴിക്കോടിന്റെ വിശേഷങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത് തന്നെ കാണുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ, സൈനിങ് ഔട്ട്.